Hello guys, welcome back to our cooking vlog. Yeah, welcome back to our cooking vlog. So, നമ്മളിപ്പോൾ കിച്ചണിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇല്ല തമ്മിലിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വ്ളോഗിൽ നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. സോ എപ്പോഴത്തെ പോലെയും ഞാൻ വെറുതെ നോക്കി നിൽക്കത്തേ ഉള്ളൂ. ശ്വേതയാണ് എല്ലാം കുക്ക് ചെയ്യാൻ പോകുന്നത്. സോ ശ്വേത എന്താണ് എന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറ. ஸோ நம்ம 2 ரெசிபி பண்ண போகிறோம். ஒன்று வந்து மதுரை ஸ்டைல் பெப்பர் சிக்கன். வாவ். அண்ட் இன்னொன்று வந்து சிந்தாமணி சிக்கன். இது வந்து ஈரோடு சைடு அந்த சைடு வந்து சிந்தாமணி சிக்கன். എല്ലാം ഒരു തമിഴ് ഒരു ടച്ച് ഉള്ള സംഭവമാണ്. சிந்தாமணி சிக்கன் வந்து ஒன்றுமே இல்லை, ரொம்ப சிம்பிள். இட் இஸ் ஜஸ்ட் 3 இன்க்ரீடியன்ஸ் வச்சு ஒரு சிக்கன். ஆனால் நீங்கள் யோசிக்கலாம் 3 இன்க்ரீடியன்ஸ் வச்சு சிக்கன் ரெசிபி நல்லா சொன்னாங்க. ரொம்ப சூப்பராக இருக்கும். இட் டேக்ஸ் லெஸ் டைம் டு ப்ரிப்பேர். அதோட மெயின் இன்க்ரீடியன்ட் வந்து ஸ்மால் ஆனியனும் நல்லெண்ணெயும். சிக்கன் தான மெயின் இன்க்ரீடியன்ட் கொடுக்குற சிக்கன் தான். ஆனால் டேஸ்ட் கொடுக்கறதுக்கு வந்து நல்லெண்ணெய், சின்ன வெங்காயம் அண்ட் ரெட் சில்லிஸ். ஓகே, அவ்வளோதான். இதுதான் ரெசிபியே. இது 3 தான் மெயின் இன்க்ரீடியன்ட். ஒன்று மாற்றினாலும் டேஸ்ட் மாறிடும். அதனால கண்டிப்பா இது வந்து ரொம்ப காரமாலாம் இல்ல சிந்தாமணி சிக்கன் அப்படியே ஓகே. ஸோ ஆக்சுவலி லாஸ்ட் டைம் நான் நிறைய சில்லி போட்டிருந்தேன், எனக்கு ரொம்ப காரமாக இருந்தது. இந்த டைம் நமக்கு கொஞ்சம் கம்மி பண்ணிட்டோம். பாப்போம் எப்படி வருது. பரவாயில்ல, காரமாக இருந்தாலும் நல்லா இருக்கும். ஆக்சுவலி நான் இன்னைக்கு என்ன சொல்கிறது, எனக்கு ரொம்ப ஆன்டிசிபேஷன் இருக்கிற எந்த டிஷ்ஷுன்னா பெப்பர் சிக்கன் தான். ஏன்னா சிந்தாமணி சிக்கன் வந்து இதை முன்னாடியே பண்ணியிருக்கேன். ஸோ அதனால் வந்து நான் வந்து பெப்பர் சிக்கன் தான் எக்ஸ்பெக்ட் பண்ணிட்டு இருக்கேன். ஸோ ஓகே, வில் ஸ்டார்ட். ஃபர்ஸ்ட் வந்து சிந்தாமணி சிக்கனை அப்படி சைடில் அதாவது வதக்கி விட்டுட்டு வச்சிட்டோம்னா அவ்வளோதான், அது குக் ஆகிட்டே இருக்கும். நெக்ஸ்ட் பெப்பர் சிக்கனுக்கு ஸ்டார்ட் பண்ணிக்கலாம். ஸோ ஃபர்ஸ்ட் வந்து சிந்தாமணி சிக்கன். യെസ്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ചിന്താമണി ചിക്കനാണ്. ചിന്താമണി ചിക്കൻ അല്ലേ? യെസ്, ചിന്താമണി ചിക്കനാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ആ പാനിൽ നിറയെ നല്ലെണ്ണ, ഇത് എന്താ എണ്ണ? നല്ലെണ്ണ. പാനിൽ നല്ലെണ്ണ നമ്മൾ ഒഴിച്ചുകയാണ്. ജിഞ്ചിലി ഓയിൽ. ആക്ച്വലി നമ്മുടെ കേരള സൈഡിലൊന്നും ജിഞ്ചിലി ഓയിൽ അങ്ങനെ യൂസ് ചെയ്യാൻ തോന്നുന്നില്ല. മേ ബി റെസ്റ്റോറൻറ്റ്സിലൊക്കെ യൂസ് ചെയ്യുമായിരിക്കും. നമ്മൾ കൂടുതലും കോക്കനട്ട് ഓയിലിൻ്റെ കളിയാണ് എല്ലാത്തിലും. ബട്ട് ഈ പെപ്പർ ചിക്കനിലൊക്കെ കേരള സൈഡ് കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് பண்ணுறது. ഗ്രൗണ്ട്നട്ട് ഓയിൽ. ഓക്കെ. പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ കൂടുതലും ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ഇപ്പോൾ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഫ്രൈ ഇതേപോലത്തുള്ള അമ്മയുടെ ഒരു ഡിഷുണ്ട്, അത് വേറൊരു വ്ളോഗിൽ നമുക്ക് ചെയ്യാം. സോ ഇത് നമ്മുടെ എണ്ണ ഒഴിച്ചു, ജിഞ്ചർലി ഓയിൽ ഒഴിച്ചു. അതുക്കപ്പുറം ഇതെല്ലാം ചൂടാണ്, അതന്നെ. സോ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് എന്താ പറയണ്ട ചിന്താമണി ചിക്കൻ ഇതാണ്. ഈ സംഭവങ്ങളൊക്കെയാണ്. ഫസ്റ്റ് നമ്മൾ ഒണിയൻ. ഈ സംഭവം എനിക്ക് എപ്പോൾ ഇട്ടാലും ഒണിയൻ. നമ്മൾ ഒണിയൻ ക്യാമറ പോകുന്നു. ഓക്കെ, ഒണിയൻ, റെഡ് ചില്ലി, കറി ലീവ്സ് നമ്മളിട്ട് അതൊന്ന് സോട്ട് ചെയ്യാണ്. യെസ്, കൊഞ്ചം വതക്കണം. എന്നാൽ എപ്പോഴത്തെ പോലെ ഞാൻ എൻ്റെ വതക്കലാണ് ഇവിടുത്തെ ഇന്നത്തെ. ഈ ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുള്ള എന്താ പറയുക, ഈ ജിഞ്ചർലി ഓയിൽ ശരിക്കും ഒരു ടേസ്റ്റ് എന്താ പറയണ്ട എൻഹാൻസറാണ്. എന്ന് മീൻസ് വേറൊന്നുമല്ല, ഇതിൽ ഇങ്ങനെ നമ്മൾ and also ഇത് அந்த நல்லெண்ணெய் மூணு சேர்த்து அந்த ഫ്ലേവർ மாதிரி மாறிடுது. and also എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഷാലോ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉള്ളി ഇടുമ്പോൾ ഉള്ളൊരു മണമുണ്ട് ജിഞ്ചർലി ഓയിൽ. അതൊരു ഒരു പ്രത്യേക മണമാണ്. നമ്മൾ ഈ വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു മണമല്ല, വേറൊരു മണമാണ്. ½ kg சிக்கன் இருக்கும்னு நினைக்கிறேன். அதில் ஒரு பாதி சிக்கன் நம்ம இதுக்கும் பாதி வந்து പെപ്പർ ചിക്കൻ. ½ kg ചിക്കൻ വരും. അതിൻ്റെ ഹാഫ്, അപ്പോൾ ഒരു 250 ½ kg ചിക്കൻ 250 ഗ്രാംസ് നമ്മൾ ഇതിട്ടേക്കാണ്. ബാക്കി 250 ഗ്രാം നമ്മൾ പെപ്പർ ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. നല്ല இன்னும் ஒரு ஸ்மால் பீசஸாக கட் பண்ணியிருக்கலாம். ഇട്ടു ചിക്കൻ ഇട്ടിട്ട് നമ്മൾ മസാല ഇടാൻ പോവാണല്ലേ ഇനി. ആക്ച്വലി ഐ തിങ്ക് ജിഞ്ചർ
ginger garlic paste தேவையில்ல இருந்தாலும் நமக்கு ஒரு ஃப்ளேவர் கொடுக்கணும்ன்ற ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ഏതിലിട്ടാലും അറിയാലോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര കുറച്ചിട്ടാൽ മതി. ഒരു ചെറിയൊരു ടീസ്പൂൺ അല്ലേ, ചെറിയൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആൻഡ് സോൾട്ട് ആൻഡ് ഉപ്പ്. ഉപ്പ് ഓരോരുത്തരുടെ ടേസ്റ്റിനല്ലേ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കുറച്ച് വിട്ടിട്ട്, ഇപ്പം ശ്വേത എപ്പോഴും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ചിടും, ഇട്ടിട്ട് പിന്നീട് കുറച്ചേ ഇടത്തുള്ളൂ, എന്നിട്ട് പിന്നീട് ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ടാണ് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ ഓരോ ഒരു കണക്ക് അവരുടെ. അപ്പോൾ ഇതിലിപ്പോൾ എന്തായാലും ഇത് ആക്ച്വലി ഇതൊരു യെല്ലോ കളറിൽ തന്നെ ഇത് മധുരൈ സ്റ്റൈലിലാണ്. பெப்பர் சிக்கன் மதுரை ஸ்டைல் நம்ம ஐ திங்க் இது சிக்கன் கம்மியா இருக்கனால கொஞ்சம் நான் சில்லி எடுக்கிறேன் வெளியில. ഇത് വന്ന് ரொம்ப ഈസിയാണ്, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിന് മുമ്പ് ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഏതാണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ജസ്റ്റ് ചിക്കൻ ഉള്ളി അല്ലേ, നമ്മൾ വേറെ ഏതും പോട്ട് മാറ്റല്ല ഇതിൽ. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. പക്ഷെ ടേസ്റ്റും ഉണ്ട്, കുറച്ച് സ്പൈസിയാണ് എന്നാലും ടേസ്റ്റും ഉണ്ട്. சிம்லயே தான் இருக்கும். சிம்ல வேணும்னா கொஞ்சமா நம்ம தண்ணி ஊத்திக்கலாம். ஏன்னா எனக்கு வந்து கொஞ்சம் நிறைய குக்கா நல்லா பிடிக்கும், அப்பதான் அதோட டேஸ்ட் உள்ள போகுது. சோ கொஞ்சமா தண்ணி യെസ് അவ்வளோதான். ഇவ்வளோதான் സിമ്പിൾ. തീർന്നു. ചുമ്മാ അല്ല. ആക്ച്വലി രാവിലെ ഞാൻ ചിക്കൻ മേടിക്കാൻ പോയ സമയത്ത് ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്മോൾ പീസ് എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം വലിയ പീസിനായിരിക്കും വീട്ടിൽ തന്നെ. ഞാൻ പറഞ്ഞു വെരി സ്മോൾ എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഭയങ്കര വീണ്ടും ഒരു അത്യാവശ്യം വലിപ്പത്തിന് പുള്ളിക്കാരൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ இப்போ சைடுல வந்து சின்னமணி சிக்கன் போயிட்டு இருக்கு. இப்போ நம்ம பெப்பர் சிக்கன். சோ பெப்பர் சிக்கனுக்கு வந்து என்னன்னா ஆனியன் பேஸ்ட் 2 ஆனியன் பேஸ்ட் பண்ணிருக்கேன். பெரிய வெங்காயம் தான் இருக்கு, சின்ன வெங்காயம் நல்லா டேஸ்டா இருக்கும். முடிஞ்சா சின்ன வெங்காயம் பேஸ்ட் போடுங்க, இப்படி முடியலன்னா என்ன மாதிரி பெரிய வெங்காயத்தை பேஸ்ட் பண்ணி வச்சுக்கோங்க. அடுத்து கொஞ்சமா மல்லி, புதினா, பச்சை மிளகாய், கருவேப்பிலை, டொமேட்டோ பேஸ்ட் அண்ட் ஜிஞ்சர் கார்லிக் பேஸ்ட். எஸ். இப்போ வந்து இதையும் ஸ்டார்ட் பண்ணலாம். ஸோ പിന്നെ ഫോർ മലയാളം സ്പീക്കിംഗ് സബ്സ്ക്രൈബേഴ്സ്, ഇത് വന്ന് ചെറിയ വെങ്കായം ഓണിയൻ, ചിന്ന വെങ്കായം സ്മോൾ ഓണിയൻ, പെരിയ വെങ്കായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ഓണിയൻ, അതായത് സവാള. ഇത് ഇംഗ്ലീഷിൽ ഓ സോറി, சின்ன வெங்காயம்னா ചെറിയ ഉള്ളി, பெரிய வெங்காயம்னா സവാള. let's start. இப்போ எண்ணெய் காஞ்ச உடனே ஒரு 1 டீஸ்பூன் ஆஃப் சோம்பு போடணும். சோம்புன்னா எப்படி என்ன சொல்லு? தெரியல, எனக்கு என்ன தெரியும். சோம்புன்னா பெருஞ்சீரகம்னு நினைக்கிறேன். ഷുവറാ? സോമ്പ് എന്ന് പറഞ്ഞാൽ പെരിഞ്ചീരകം, അതാണ് സോമ്പ്. ஸோ வந்து சோம்பு போட்டுட்டு அதில் அப்புறம் நெக்ஸ்ட் ஆனியன் பேஸ்ட், கறி லீவ்ஸ், பச்சை மிளகாய் ஒரே டைம்ல போட்டு ஆனியன் வந்து கொஞ்சம் வதங்கணும். ഓക്കെ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതും തെറിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരെ നിന്ന് ചെയ്യുക. അതിലോട്ട് നമ്മൾ ഓണിയൻ, ചെറിയ ഉള്ളി പേസ്റ്റ് ആക്കിയത് ഇട്ടു. നമ്മുടെ കേരളത്തിലൊക്കെ ചെയ്യുന്ന പോലത്തെ കൂടുതലും മീൻസ് നമ്മളവിടെ ഉള്ളി അതേപോലെ ഇട്ട് വഴറ്റുക അങ്ങനത്തെ പരിപാടിയല്ലേ, അല്ലെങ്കിൽ എണ്ണയിലിട്ട് മൂപ്പിക്കുക എന്നുള്ളതല്ലേ. ഇവിടെ ഒരു കൂടുതലും പേസ്റ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇത് ശ്വേത ഉണ്ടാക്കുന്ന കൂടുതലും വേറെയും ഡിഷസിൽ പേസ്റ്റാക്കിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പനീർ ബട്ടർ മസാല തന്നെ, പനീർ ബട്ടർ മസാല അങ്ങനത്തെ ഇതൊക്കെ കുറേ സാധനത്തിൽ പേസ്റ്റ് ആക്കിയാണ് ചെയ്യുന്നത് ഉള്ളി. അപ്പോൾ നമ്മളത് ചൂടാക്കുന്നു. അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇടുന്നു. കറിവേപ്പില ഇട്ടു, പച്ചമുളക്, കറിവേപ്പിലയും പച്ചമുളകും. അത് എപ്പോഴും 3 പച്ചമുളക്, കറിവേപ്പില കൊഞ്ചമാ. കറിവേപ്പിലയ്ക്ക് ഇങ്ങനെ അളവൊന്നും ഇല്ലല്ലോ അല്ലേ? സോ അത് നമ്മൾ വഴറ്റി ലൈറ്റാ ബ്രൗൺ ആവർ വരയ്ക്കും. സൈഡിൽ ഇത് ഒരു ടൈം കിളറി വിടുക. കിളറി വിടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ ഇളക്കി വിടുക. ചിന്താമണി ചിക്കൻ. ഓ, രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവുമല്ലോ. അടുത്ത് ചിന്താമണി ചിക്കനും ഇപ്പുറത്ത് പെപ്പർ ചിക്കനും. ചിന്താമണി ചിക്കൻ
കുക്കാണ് അപ്പൊ എടുത്ത് പക്ഷെ ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കി കേട്ടോ ശ്വേത. ശരി ശ്വേത മേഡം. இல்ல எனக்கு வந்து இது பார்க்கணும் அது ரெண்டு கன்ஃபியூஷன் ஆச்சு. കുക്കിംഗ് എൻ്റെ ബ്ലഡിൽ ഇല്ല ഗൈസ്. എനിക്ക് തിന്നുക ഉറങ്ങുക അത് കണ്ടിപ്പാ ഉറപ്പായിട്ടും ബിരിയാണി ബ്ലോഗ് എന്തായാലും ഉടനെ കാണും. എൻ്റെ ഫുൾ ഞാൻ മട്ടും വേറെ ആരുടെ ഹെൽപ്പ് ഇല്ലാതെ ഞാൻ മാത്രം ചെയ്യാൻ പോകുന്ന ബിരിയാണി ബ്ലോഗ്. ഒരളവും ഇല്ല, കിടിലമായിരിക്കും ബിരിയാണി. കേരളത്തിലെ ബിരിയാണിയെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞൂടാ. നന്നായിട്ട് വഴറ്റി യെസ്. ഇതേപോലെ ബ്രൗൺ, ഒരു ചെറിയൊരു ബ്രൗൺ കളർ അല്ലേ വരുമ്പോഴത്തേക്കും നമ്മൾ ടൊമാറ്റോ പ്യൂരി പേസ്റ്റ് എന്തുകൊണ്ട് പറയാം നമ്മൾ ആഡ് ചെയ്യുന്നു. അത് നമ്മൾ ഇളക്കുന്നു. ഇത് പെപ്പർ ചിക്കൻ ടൊമാറ്റോ ശരിക്കും ആഡ് ചെയ്യും. ഇത് മധുര സൈഡൊക്കെ എനിക്കറിയത്തില്ല പെപ്പർ ചിക്കൻ നമ്മൾ എല്ലായിടത്തും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അത് മധുര മട്ടുംതാ ഇപ്പിടിയാ ഇല്ല എല്ലായിടത്തും ഇപ്പിടിത്താ ആഡ് ചെയ്യുമോ இந்த டொமேட்டோ பியூரி ரெசிபியை பொறுத்து இது கொஞ்சம் டொமேட்டோ ரொம்ப பெருசா இருந்தது, அதனால நிறைய இருக்கு. அந்த டொமேட்டோ அவ்வளவு தேவையில்லை. യാ കുറച്ച് ടൊമാറ്റോ കുറച്ച് കൂടിപ്പോയെന്ന് ഡൗട്ടുണ്ട്. കുഴപ്പമില്ല, പെപ്പർ നമുക്ക് നന്നായിട്ട് ഇടാം. അപ്പം അതിലൊരു ടേസ്റ്റ് കിട്ടിക്കോളും. നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്തത് ഏതാണ്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലേ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പക്ഷേ ഇതിൽ നമ്മൾ ചിന്താമണി ചിക്കൻ ഇട്ടതിനേക്കാളും കുറച്ചുകൂടി ഒരു 3 ടേബിൾ സ്പൂണോ ടീസ്പൂൺ അല്ലേ, 3 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് പൊളിയായിരിക്കും കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്തിൽ ആഡ് ചെയ്താലും ഇടുമായിരിക്കും. അത് ഞാൻ വഴറ്റുന്നു. തെറിക്കുന്നു അല്ലപ്പോതു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം പോകണം അല്ലേ, அந்த സ്മെല്ല് പോയ വരയ്ക്കും. ഓഹോ ഓക്കെ ഓയിൽ വരണം. ഓക്കെ. ആ സമയത്ത് നമ്മൾ ചിന്താമണി ചിക്കൻ ഒന്ന് ഓപ്പൺ ആക്കി വീണ്ടും ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇവിടെ പെപ്പർ ചിക്കൻ, ഇവിടെ ചിന്താമണി ചിക്കൻ, ഇവിടെ പെപ്പർ, ഇവിടെ ചിന്താമണി. ഓക്കെ ഗൈസ്, അപ്പോൾ ആ ടൊമാറ്റോ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ മസാലകൾ ആഡ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് കൊഞ്ചമ ടേമറിക്, കൊഞ്ചമ മഞ്ഞപ്പൊടി. നെക്സ്റ്റ് பெப்பர் சிக்கன்னால பெப்பரும் அந்த கிரீன் சில்லியும் காரம் இருக்கும், அதனால கொஞ்சமா ரெட் சில்லி பவுடர் வேணும்னா அப்புறமா கூட ஆட் பண்ணிக்கலாம். ഓക്കെ, கொஞ்சமா കുറച്ച് നമ്മളിതിൽ കുറച്ച് റെഡ് ചില്ലി ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം പെപ്പറും നമ്മൾ പച്ചമുളക് ഇട്ടല്ലോ, പെപ്പർ ഇനി ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി അത് കുറച്ച് ന്യായമായ രീതിയിൽ കുറച്ച് ആവശ്യത്തിന്. മല്ലിപ്പൊടി കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല അല്ലേ. മല്ലിപ്പൊടി നമ്മൾ ആഡ് ചെയ്തു. கொஞ்சம் கிரேவியா வரணும்னா நிறைய ஆட் பண்ணிக்கோங்க. സെമി ഡ്രൈயா வரணும், ഗ്രേവി ആണെങ്കിൽ കുറച്ച് നിറച്ച് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ സെമി ഡ്രൈ ആയിട്ടല്ലേ ഇടുന്നത്. നമുക്ക് ഒരുപാട് ഗ്രേവി നമുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഗ്രേവി, സെമി ഗ്രേവി ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളതിനെ ഇളക്കി സെറ്റാക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതെ നോക്കുക അല്ലേ. യെസ്, ചിക്കൻ ആഡ് ചെയ്യാണ്. ചിക്കൻ ആഡ് ചെയ്യാൻ പോവാണ്. ഇതൊരു 1/2 kg വരും അല്ലേ, അല്ല ഒരു 1/4 kg, ഒരു 300 grams വരും. കാരണം നമ്മൾ അതിൽ കുറച്ച് ആഡ് ചെയ്തു, അതിൻ്റെ ബാക്കിയാണ് ഒരു 300 grams ചിക്കൻ. പക്ഷെ മല്ലിപ്പൊടിയുടെ മണമുണ്ട് കേട്ടോ. വീണ്ടും നമ്മൾ വെള്ളം ഒഴിക്കുന്നു. ഇത് കുറച്ച് ഗ്രേവി ആയിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ.
അല്ലേ? ஆமா நான் கிரேவியா வைக்கிறேன் நாளைக்கு வேணும். യെസ്. ഓ നാളത്തേക്കുള്ള ചിന്തയൊക്കെയാണ് കേട്ടോ ഫുള്ള്. എനിക്ക് തിന്നുക ഉറങ്ങുക അത്രേ ഉള്ളൂ. അത് ശരി സമ്മതിക്കണം കേട്ടോ. இதுலயே நிறைய தண்ணி வரும் சிக்கன்ல. அதனால வந்து கொஞ்சம் மூழ்கிற அளவுக்கு தண்ணி போட்டுட்டு அவ்வளோ போதும். சால்ட் ഉപ്പ് നമ്മൾ ആഡ് ചെയ്യാൻ പോണേ. ഉപ്പ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തു. സൈഡിൽ കുറച്ച് ഉപ്പായി. ഓക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ദിസ് ലുക്സ് മോർ ലൈക്ക് ചിന്താമണി ചിക്കൻ. പെപ്പർ ചിക്കൻ இன்னும் கொஞ்சம் டார்க்கா வரும்ல, அது பெப்பர் ஆட் பண்ணுங்க. ஓ சரியா, பெப்பர் ஆட் ചെയ്യുമ്പോഴാണല്ലോ ഓ മറ്റേ ഇരുമ്പ് ചട്ടിയിൽ പണ്ണാ. ഓ ഓക്കെ നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കിയാൽ ആ കളർ വരുത്തുന്നു എന്ന് പറയുന്നത്. കുറച്ചേരം നമ്മൾ അടച്ചു വെച്ചിട്ട് ഒന്ന് വേഗം വെച്ചിട്ടാണ്. இப்போ வந்து சிந்தாமணி சிக்கன் வந்து இங்கெல்லாம் பாத்தீங்கன்னா நல்ல ஆயில் வெளியில வந்துருச்சு. കറക്റ്റ്. ചിന്താമണി ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സോ ഇത് வந்து இப்போ ഓഫ് பண்ணி വെച്ചല്ലോ. പക്ഷേ ഇപ്പൊ ഈ നിങ്ങൾ കാണുന്ന അത് കുറച്ച് ബ്രൈറ്റ് ആയിട്ടാണ് കാണുന്നത് ഇതില്. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി യെല്ലോയിഷ് ആണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ചിന്താമണി ചിക്കൻ വന്നേക്കുന്നത്. ഇതിൽ കുറച്ച് ലൈറ്റ്, ഭയങ്കര ലൈറ്റ് യെല്ലോ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ അത് റെഡി ആയിട്ടുണ്ട്. ചിന്താമണി ചിക്കൻ ഈസ് റെഡി. നെക്സ്റ്റ് നമ്മുടെ കോൺസെൻട്രേഷൻ ഫുള്ള് പെപ്പർ ചിക്കനിലോട്ട്. ഓക്കെ ചിക്കൻ നമ്മൾ ഇത് എന്താ പറയണ്ടേ, ചിക്കൻ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഒരു 80% ചിക്കൻ വെന്തதுக்கு அப்புறமா പെപ്പർ എത്ര സ്പൂൺ, അത് എவ்வளோ കാരം വേണമോ അതിലേക്ക് ഏത്ത மாதிரி. ഇപ്പം നമ്മളൊരു 2 അല്ലേ 2 ടീസ്പൂൺ പെപ്പറാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്. കൊഞ്ചമാ ജീരകത്തൂൾ. ഇതാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഫൈനൽ ആ ഒരു ടേസ്റ്റ് വരത്തില്ല. എന്ത് ജീരകത്തൂൾ ഫൈനലാണ് പോട്ടത്. ആക്ച്വലി ഞാൻ വേറെയും ഇതേപോലത്തുള്ള ഒരു വില്ലേജ് കുക്കിംഗ് ചാനലിലൊക്കെ വ്ളോഗിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് ഒരു കുറച്ച് ജീരകം ഇട്ടിട്ട് ഇങ്ങനെ അടച്ചു വെക്കും, ജീരകപ്പൊടി. യെസ്. ഇപ്പം എന്താ ആ കളർ വരുന്നുണ്ട് കേട്ടോ പെപ്പർ ചിക്കൻ്റെ. യെസ്. ഓ നൈസ്. മധുരൈ സ്റ്റൈൽ പെപ്പർ ചിക്കൻ, ഈറോഡ് സ്റ്റൈൽ, ഈറോഡാണെന്ന് തോന്നുന്നു ചിന്താമണി ചിക്കൻ ഇല്ല. ഇത് തമ്മിലുള്ള കമ്പാരിസൺ ഏതാണ് നല്ലത്? നമ്മൾ ഹോം കുക്ക്ഡ് ഈ 2 റെസിപ്പി തമ്മിലുള്ള എന്താ പറയണ്ട, നമ്മളൊരു ടേസ്റ്റ് റിവ്യൂ നടത്താൻ പോവാണ് ഇത് കഴിഞ്ഞിട്ട്. ഓ ഇത് നൈസ്. നമ്മൾ കുറച്ചുകൂടി இன்னும் கொஞ்சம் ஆட் பண்ணிக்கோ. எனக்கு ஆக்சுவலி இருக்குது அந்த கலர் வந்திருக்கு. பெப்பர் சிக்கன் കളർ വന്നിട്ടുണ്ട്. இவ்வளோ மட்டும் சால்ட் பத்தாத மாதிரி இருக்கு. ഓക്കെ കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്തു ലാസ്റ്റ്. ഉപ്പിൻ്റെ കാര്യം ഈ പറഞ്ഞ പോലെ നമ്മളെ ഓരോരുത്തർക്കും ഓരോ രീതിക്കാണല്ലോ. ചേതയ്ക്ക് കുറച്ച് ഉപ്പ് കുറച്ച് കൂടിയിരിക്കണേണ് തോന്നുന്നു എനിക്ക്. അല്ല എനിക്ക് തോന്നുന്നു ഉനക്ക് കൊഞ്ചം ഉപ്പ് ഇരിക്കരുതാ ഇല്ല പിടിക്കാതാ. സോറി പിടിച്ചെടുത്ത്. യെസ്. ഇത് എനിക്കറിയാം, പക്ഷെ ഞാൻ വെറുതെ പറഞ്ഞതാ. കുറച്ചേരം സിമ്മിലിറ്റി കിട്ടും അവിടെ. ഓക്കെ നമ്മളപ്പോ ഫൈനൽ ഇതിലോട്ട് കിടക്കാണ്. ഫൈനൽ സ്റ്റെപ്പ്. ഓയിലെല്ലാം വെളിയില വന്നിട്ട് கொஞ்சம் മല്ലിത്തൂളും പുതിനയും മല്ലിയിലയും നമ്മൾ ആഡ് ചെയ്യുന്നു. ആക്ച്വലി എനിക്ക് തോന്നുന്നു എനിക്ക് പെപ്പർ ചിക്കൻ പൊളിയായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ബിക്കോസ് രണ്ടും കൊള്ളാം, പക്ഷെ പെപ്പർ ചിക്കൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ടെക്സ്ചറൊക്കെ കാണുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കൂടെ സാപ്പിട തന്നെ അവളോതാണേ ദോശയും പെപ്പർ ചിക്കനും പൊളി. ഇതിൽ സേലത്തൊരു കടയുണ്ട് വാരി എന്ന് പറയുന്നത്. അവിടെ ഞാൻ പോയി ഈ പറഞ്ഞ പെപ്പർ നാട്ടുകോഴി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതും അതിൻ്റെ കൂട്ടത്തിൽ അവിടെ കൾട്ട പൊറോട്ട എന്നൊരു സാധനമുണ്ട്. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം കൾട്ട പൊറോട്ട സേലത്തുള്ള വാരി എന്താണ് அந்த കടയുടെ പേര് വാരി. നെക്സ്റ്റ് നമ്മൾ അവിടെ പോകുമ്പോഴത്തേക്ക് നെക്സ്റ്റ് അവിടെ പോയിട്ട് ഒരു വ്ളോഗ് ചെയ്യാം. അടിപൊളി സാധനമാണ്, മസ്റ്റ് ട്രൈ ആയിട്ടുള്ള സംഭവമാണ് അവിടുത്തെ. നമ്മളിത് വീണ്ടും അടച്ചു വെച്ചു. 1 മിനിറ്റ്. ഒരു സ്പൂൺ
ഗീ കടസി നാരങ്ങ കണ്ടമ്മ. ഓക്കെ, നാരങ്ങ സാധാരണ ഈ വലിയ വലിയ കുക്കറി ചില ആൾക്കാർ വലിയ വലിയ മാസ്റ്റർ ഷെഫ് അവരൊക്കെ എല്ലാത്തിനും ലാസ്റ്റ് കുറച്ച് നാരങ്ങ പിഴിയല്ലോ. അതേപോലെ ഞാൻ ചോദിക്കാം എല്ലാത്തിലും നാരങ്ങ പിഴിഞ്ഞ ആക്ച്വലി അതൊരു വേറൊരു ഫ്ലേവർ വരുമായിരിക്കും. പക്ഷെ ഇതിലൊക്കെ ഉണ്ടോന്ന് അറിയത്തില്ല. പക്ഷെ മിക്ക ഈ പറഞ്ഞ വ്ളോഗിങ്ങിലും വേറെ വ്ളോഗ്സിലും അല്ലെങ്കിൽ മാസ്റ്റർ ഷെഫ്സ് അങ്ങനത്തെ ഇതിലൊക്കെ അവർ ലാസ്റ്റ് ഒരാവശ്യമില്ലാതെ നാരങ്ങനെ പിഴിയും. മേ ബി ഒരു ബാലൻസ് വരാനായിരിക്കും. ഗൈസ്, നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് ഗീ നമ്മൾ ആഡ് ചെയ്യാണ്. എത്ര ഗീ? കൊഞ്ചമാ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ എന്ന് വേണമെങ്കിൽ പറയാം. ഗീ നമ്മൾ ആഡ് ചെയ്തു. അതാണ് ഫൈനൽ സ്റ്റെപ്പ്. ഇതോടുകൂടി പെപ്പർ ചിക്കൻ ഇതും തീർന്നു. പെപ്പർ ചിക്കൻ്റെ ഫുൾ പ്രിപ്പറേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. യെസ്, ആഹാ സെറ്റ്. ഇനി ടേസ്റ്റ് ചെയ്യാന്നുള്ളൊരു ഇത് മാത്രമല്ല, അത് ഞാൻ ചെയ്യും. അതെൻ്റെ കടമയാണ്. ഓക്കെ, ഇനി മൂടി വെക്കണ്ടേ കുറച്ച് നേരം? തേവല്ലേ? യെസ്, അടിപൊളി. ഓക്കെ ഗായ്സ്, അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് പെപ്പർ ചിക്കൻ. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും പൊളി. പെപ്പർ ചിക്കൻ ദേ കുറച്ചെടുക്കുക. ഒരു പീസ് എടുത്ത് സൂപ്പർ കിടു. ഇത് ആക്ച്വലി ഇത് ഒരു പൊറോട്ട എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ പൊളിച്ചാണ്. പൊറോട്ടയുടെ പൊളിയായിരുന്നു ഞാൻ. പൊളി. പെപ്പർ ചിക്കൻ ഒരു എന്താ പറയുക 9 out of 10. സൂപ്പർ. അടുത്ത ചിന്താമണി ചിക്കൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ചിന്താമണി ചിക്കൻ വലിയ ആഡംബരമൊന്നുമില്ല കളറിൽ. വലിയ ആഡംബരമൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, എരിവുണ്ട്. നമ്മൾ ഒരുപാട് മുളകും റെഡ് ചില്ലിയും ഇതൊക്കെ ആയിട്ടാണല്ലോ. അതുകൊണ്ട് റെഡ് ചില്ലി അതിലോട്ട് പിഴിഞ്ഞൊഴിച്ച് കഴിക്കുക സൂപ്പർ ആയിരിക്കുമെന്നാണ് പറയുന്നത്. സോ ചിന്താമണി ചിക്കൻ. ഓക്കെ, ചിന്താമണി ചിക്കൻ കഴിച്ചോട്ടെ. ഇത് അത്ര ഒരു എരിവുണ്ട്, പക്ഷെ അത്ര എരിവില്ല. പെപ്പർ ചിക്കൻ്റെ ആ ഒരു ഭയങ്കര ഫ്ലേവർഫുൾ അല്ല. കുറച്ച് സിമ്പിൾ ആൻഡ് ഹംപിൾ ആയിട്ടുള്ള ചിക്കനാണ്. കുറച്ച് ഓയിലാണ്, ഭയങ്കര ഒരു ഓയിൽ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ. ബട്ട് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടിൽ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ പെപ്പർ ചിക്കൻ തന്നെയാണ് കേട്ടോ. പെപ്പർ ചിക്കൻ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തീർക്കും കേട്ടോ. ആക്ച്വലി നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടൂലേ, റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നത് എന്താ പറയേണ്ടത്, കുറച്ചുകൂടി പെപ്പറി ആയിരിക്കും എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു എല്ലാം ഈക്വൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ബാലൻസ്, ഒരു പുളിപ്പും ഒരു പെപ്പർ, അതിൻ്റെ ഒരു എരിവ്, ഒരു സ്പൈസിനെസ് എല്ലാം ബാലൻസ്ഡ് ആയിട്ട് തോന്നുന്നൊരു ഒരു ഡിഷാണ് ഈ പെപ്പർ ചിക്കൻ എനിക്ക് തോന്നിയത്. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ പെപ്പർ ചിക്കൻ. ഇപ്പോൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ഈ ബ്ലോഗിൽ തന്നെ കാണും നിങ്ങൾക്ക്. സ്റ്റൈലാണ് മധുര സ്റ്റൈൽ പെപ്പർ ചിക്കൻ എന്നാണ് ശ്വേത അവകാശപ്പെടുന്നത് ഇല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമ്മളിതൊന്ന് തീർക്കട്ടെ. അപ്പോൾ ഇതേപോലത്തുള്ള കുക്കിംഗ് ഇപ്പം തീർന്ന് ഇതിപ്പോൾ തന്നെ ഞാൻ കാലിയാക്കും. ഇതേപോലത്തുള്ള കുക്കിംഗ് വ്ളോഗ്സ് ഇനിയും വരും. കുക്കിംഗ് വ്ളോഗ്സ് മാത്രമല്ല വേറെ കുറേ നല്ല വ്ളോഗ്സുകൾ വരുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ கண்டிப்பா இத ட்ரை பண்ணிட்டு கமெண்ட்ஸ்ல சொல்லணும் எப்படி இருந்ததுன்னு. எக்ஸாக்ட்லி ரிவ்யூ ரெண்டுமே ட்ரை பண்ணனும். யா, சிந்தாமணி சிக்கனும் பெப்பர் சிக்கனும் ட்ரை பண்ணுங்க. எஸ், பெப்பர் சிக்கன் ஆയിരിക്കും ബെസ്റ്റ്. എനിവേ both are unique in its own style. യാ, ബട്ട് എൻ്റെ ഫേവറേറ്റ് പെപ്പർ ചിക്കൻ, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ ഇവിടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. സോ നമുക്ക് അടുത്ത വ്ളോഗിൽ ഇതേപോലത്തുള്ള നല്ല നല്ല കുക്കിംഗ് വ്ളോഗ്സും അല്ലാത്ത വ്ളോഗ്സും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. സോ അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.